വെൽക്കം ടു Industalks. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെഡിക്കൽ ടെർമിനോളജീസിൻ്റെ നമുക്ക് പെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന റിമൈനിങ് ആയിട്ടുള്ള കുറച്ചും കൂടി ഉള്ള മെഡിക്കൽ ടെർമിനോളജീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് മുന്നേ മെഡിക്കൽ ടെർമിനോളജീസിൻ്റെ കുറച്ച് പ്രിഫിക്സ്, സഫിക്സ്, തൊറാസോ, നെക്ക്, അതേപോലെ അബ്ഡോമെയിൻ, അതുപോലെ തന്നെ നമ്മൾ കളേഴ്സിൻ്റെ മെഡിക്കൽ ടെർമിനോളജീസ് എങ്ങനെയാണ്, ഫാസ്റ്റ്, അതേപോലെ സ്ലോ, അങ്ങനെയുള്ള കുറച്ച് മെഡിക്കൽ ടെർമിനോളജീസ് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് നമ്മൾ ബോഡിയുടെ തന്നെ പാർട്ട്, അതിൻ്റെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ സെഫാലോ പറയുന്ന ഹെഡ്, നമ്മുടെ തലയുടെ പോർഷൻ പറയുന്നത് സെഫാലോ. പിന്നെ അതേപോലെ തന്നെ സെർവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുവിധം ആൾക്കാരൊക്കെ കേട്ടുള്ള സെർവ് എന്ന് പറഞ്ഞാൽ നെക്ക് പോർഷൻസിനെ പറയുന്നത് സെർവ്. പിന്നെ ചെസ്റ്റിനെ പറയണതാണ് തൊറാക്കോ, അതേപോലെ തൊറാക്കോ സെൻതസിസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും നമ്മൾ മെഡിക്കൽ ടേംസ് ആയിട്ട് ചിലത്. അപ്പോൾ ചെസ്റ്റിനെ പറയുന്നതാണ് തൊറാക്കോ. പിന്നെ അബ്ഡോമിൻ എന്ന് പറയുന്നത് അബ്ഡോമിനൽ, പെൽവിക്കിനെ പറയുന്നത് പെൽവിക്കോ. പിന്നെ അതേപോലെ പെരിട്ടോണിയം, അതും ഒരു അബ്ഡോമിൻ്റെ ഒരു കവർ, അബ്ഡോമിൻ മെംബ്രെയിൻ്റെ ഒരു കവറിങ്, അതിനെ പറയണം പെരിട്ടോണിയം പറയണത്. അടുത്താണ് ഡെർമ് എന്ന് പറഞ്ഞാൽ സ്കിന്ന്. നമ്മൾ സ്കിന്നിൽ തന്നെ നമുക്ക് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞത് എപ്പിഡെർമിസ് ഉണ്ട്, ഡെർമിസ് ഉണ്ട്, അതേപോലെ തന്നെ സബ്ക്യൂട്ടാനിയസ് ഇല്ല. അതിൽ ഡെർമെന്ന് പറയുന്നത് നമ്മൾ ഡെർമിസ് സ്കിന്ന്. പിന്നെ നമ്മൾ നെർവസിനൊക്കെ പറയുന്നതാണ് ന്യൂറോ, നമ്മൾ ന്യൂറൈറ്റിസ് കേട്ടിട്ടുണ്ടാവും. പിന്നെ അടുത്തതാണ് ഹീമോ പറയണത് ബ്ലഡ്, ബോഡി ഹോമിയോ, പിന്നെ ഹീമോ പറയുന്നത് ബ്ലഡ്. അടുത്താണ് ആർട്ടീരിയോ, അതേപോലെ ആൻജിയോ, ആർട്ടറീസ്, ആൻജിയോഗ്രാം എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ഒക്കെ പറയുന്നില്ലേ, അതാണ് ആർട്ടീരിയോ. പിന്നെ വീനോ, അതേപോലെ വീനസ് ഉണ്ട്, വെനോഗ്രാം, അതൊക്കെ നമ്മൾ സാധാരണ കേൾക്കുന്ന വേർഡ്സാണ് വെനോ. പിന്നെ വാസ്കുലാർ അത് പറയുന്നത് വാസ്കുലോ. പിന്നെ നമ്മൾ മസിൽസിനെ പറഞ്ഞ മസ്കുലോ. പിന്നെ അതേപോലെ മസിൽസിനെ പറയുന്ന മയോസാർക്കോ, മസിൽസ്, മയോസൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് മസിൽ, അതൊക്കെ നമുക്ക് അറിയണതാണ്. അടുത്തതാണ് സ്കെൽട്ടൻ, നമ്മൾ ബോണിനെ പറയുന്ന സ്കെൽട്ടൻ. ബോണ്ട് പിന്നെ വേറെ ശരിക്കും സ്കെൽട്ടൻ സിസ്റ്റത്തിന് അങ്ങനെ പറയും. അതേപോലെ വെറുതെ ബോൺ പറയുമ്പോൾ നമ്മൾ ഓസ്റ്റിയോപോറോസിസ് ഒക്കെ നമ്മൾ കേട്ടിട്ടില്ല, ഓസ്റ്റിയോ. പിന്നെ അതേപോലെ നമ്മൾ സെൽസിനെ പറയുന്നത് സൈറ്റോ നമ്മൾ സെൽസിനെ പറയണതാണ്. നെക്സ്റ്റ് ആണ് നമ്മൾ സെല്ലിനെ, ജസ്റ്റ് ഒരു സെല്ലിനെ പറയുന്നതാണ്, അല്ലാണ്ട് സെല്ലുലാറിനെ പറയുന്നതാണ് സൈറ്റ്. അതാണ് നെക്സ്റ്റ് നമ്മൾ വരാൻ പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോണ ഓളജി, കുറച്ച് സഫിക്സസ് ആണ് ഞാൻ പറയാൻ പോണത്. അതിൽ ഓളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ്, എന്തിൻ്റെ സ്റ്റഡീനെ പറയുന്നത് ഓളജി. അതൊരു എക്സാമ്പിളാണ് പാത്തോളജി, എന്ന് പറയുന്നത്. അടുത്താണ് ഫീലിയ, ലവ് ഓഫ്, നമുക്ക് എന്തിനെങ്കിലും ഒരു ലവ് ഓഫ് പറയണതിനാണ് ഫീലിയ. പിന്നെ നെക്സ്റ്റ് ആണ് ഫോബിയ, ഫിയറിനെ പറയുന്നത് ഫോബിയ. അതേപോലെ ഹൈഡ്രോഫോബിയ എന്ന് പറയുന്നത് എന്താ, നമുക്ക് വെള്ളത്തിനുള്ള പേടി, അതാണ് ഹൈഡ്രോഫോബിയ. പിന്നെ ഫോട്ടോഫോബിയ പറയുന്നത് എന്താ, ലൈറ്റിനുള്ള ഒരു ഫിയർ, അതാണ് ഫോട്ടോഫോബിയ. അടുത്തതാണ് ടെൻഷൻ, പ്രഷറിൽ നമുക്ക് എന്താ ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, ഹൈപ്പോ ടെൻഷൻ ഉണ്ട്, അതൊക്കെ നമ്മൾ നോർമലി കേൾക്കുന്ന വേർഡ്സ് ആണ്. സ്കിയ പറയണ ഓക്സിജനെ പറയണ, അതേപോലെ ക്യാപ്നിയ, കാർബൺ ഡയോക്സൈഡിനെ പറയണ ക്യാപ്നിയ. പിന്നെ എയറിനെ പറയണ നിയ. പിന്നെ അതേപോലെ എൻസൈമിനെ പറയുന്ന ലിപ്പേസ്. ചില എൻസൈംസ് ഉണ്ടായാലാണ് ചില കെമിക്കൽ ആക്ടിവിറ്റീസ് നടക്കുള്ളൂ, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരുവിധം ഈ ഇത്രയാണ് നമ്മൾ മെഡിക്കൽ ടെർമിനോളജീസിൽ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ മെഡിക്കൽ ടെർമിനോളജി നമ്മൾ ഓരോന്നിനെ റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ തന്നെ, നമ്മളൊന്നും ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് റിലേറ്റ് ചെയ്ത് നമ്മൾ മനസ്സിൽ ഓർമ്മ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഓരോ അതിൻ്റെ സിറ്റുവേഷൻസ് വരുമ്പോഴും ഓരോന്നും നമുക്ക് ICD ആയാലും CPT ആയാലും കോഡിങ് സമയത്ത് വരുമ്പോൾ നമുക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. എന്തായാലും ഇതിൻ്റെ നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ട്യൂട്ടോറിയൽസ്, അതേപോലെ തന്നെ ഇനി നമുക്ക് ഇതിൻ്റെ സിലബസ് ഒക്കെ പറയുന്നുണ്ട്. ICD, CPT,
അനാട്ടമിയുടെ സിലബസ് മൊത്തമായിട്ടുള്ള വീഡിയോസൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരും. ആ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഈ കോഴ്സസിനെ കുറിച്ചിട്ടുള്ള ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.